ഹായ്, എല്ലാവർക്കും A to Z-ന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുകൊണ്ട് പറയാൻ പോകുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് IOCL വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന ഈ ഒരു വിജ്ഞാപനത്തിലേക്ക് 476ഓളം ഒഴിവുകളിലേക്ക് ഏകദേശം 25,000 മുതൽ 1,05,000 വരെ ശമ്പളം ലഭിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ജോബുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാം. നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് IOCL റിഫൈനറീസ് ആൻഡ് പൈപ്പ് ലൈൻ ഡിവിഷനുകളിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. അപ്പോൾ അതിലേക്ക് നോൺ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. ഏകദേശം റിഫൈനറി ഡിവിഷനിലേക്ക് 25,500 25,000 മുതൽ 1,05,000 വരെ, രണ്ടിലേക്കും പൈപ്പ് ലൈൻ ഡിവിഷനിലും അതുപോലെ തന്നെ റിഫൈനറി ഡിവിഷനിലും 25,000 മുതൽ 1,05,000 വരെ ശമ്പളം ലഭിക്കും. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് 78,000 രൂപയായിരിക്കും ശമ്പളമൊക്കെ ലഭിക്കുക. ഇതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ബ്രാഞ്ചുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അത് ഓരോ റിഫൈനറിയുടെയും പേര് കൊടുത്തിട്ടുണ്ട്. ആ റിഫൈനറിയിൽ എത്ര വേക്കൻസികളെന്ന് വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതിലേക്ക് മൊത്തം വരുന്നത് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് മൊത്തം 476ഓളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകൾ. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പൈപ്പ് ലൈനുകളിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ചില തസ്തികകളിലേക്ക് ഡിപ്ലോമ ഉള്ളവർക്കും, മറ്റുള്ളത് BSc ഡിഗ്രി, അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റന്റ് ഫയർ ആൻഡ് സേഫ്റ്റി ആണെങ്കിൽ 10ാം ക്ലാസ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് വാലിഡ് ഹെവി ഡ്രൈവിംഗ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട്. മിനിമം ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ വെയിറ്റ് 50 കിലോമീറ്റർ കുറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താഴെ നിന്നും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഡിഗ്രി ഉള്ളവർക്കും പിന്നീട് ITI ട്രേഡ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി താഴെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് താല്പര്യമുള്ളത് ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനായി വിളിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.